മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ആരാണ് എന്നുള്ളതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ആരാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ആരാകേണ്ടവരാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരർക്ക് സ്വഹാബത്തിന് ആരായിരുന്നു? ഈ ഒരു 3 ചോദ്യത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ സഞ്ചാരം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക, അവൻക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് അടുക്കേണ്ടത്, അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നതിൻ്റെ മറുപടി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഇമ്രാനിൻ്റെ 31-ാമത്തെ വചനത്തിലോട്ടൊന്ന് നോക്കിയാൽ അവിടെ കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് അള്ളാഹുവിനോട് അനുരാഗമാണ്, ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളത്തെ പ്രകടിപ്പിക്കേണ്ടത് ഫത്തബിഊനി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിലൂടെയാണ് എന്നുള്ളതാണ്. എന്താണ് ഇത്തിബാ ചെയ്യുക? അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കേണ്ടതും അള്ളാഹുവിനെ പ്രകടിപ്പിക്കേണ്ടതും 2 ദിശകളിലൂടെയല്ല. അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയുള്ള പ്രത്യേക കാര്യമാണ് ഇത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ കാര്യമാണ് ഇത് എന്നിങ്ങനെ 2 രൂപത്തിലല്ല നമ്മൾ ഇഷ്ടത്തെ പ്രകടിപ്പിക്കേണ്ടത്. രണ്ടും ഒരു വഴിയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ലോകമില്ല. അള്ളാഹുവിനോട് മഹബത്തുണ്ടോ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മഹബത്ത് ഉണ്ടായിരിക്കും. ഇതാണ് മഹബത്തിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളം എന്ന് പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് പ്രകടിപ്പിക്കേണ്ടത്? ഫത്തബിഊനി, നിങ്ങൾ ഇത്തിബാ ചെയ്യുന്നതിലൂടെയാണ്. എന്താണ് ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഭാഷാർത്ഥത്തിൽ ഇത്തിബാഇനെ കാൽപ്പാടുകൾ പിന്തുടരുക, വഴി സ്വീകരിക്കുക, മാതൃകയാക്കുക എന്നിങ്ങനെയുള്ള ധാരാളം അർത്ഥങ്ങളുണ്ട്. ശരീഅത്തിന്റെ ഭാഷയിൽ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആനും സ്വീകാര്യമായ സുന്നത്തുകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അത് ഏതെങ്കിലും ഒരു രൂപത്തിലല്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് എല്ലാ മേഖലയും ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ എല്ലാ മേഖലയിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ സാമ്പത്തികമായിക്കോട്ടെ, നമ്മുടെ സ്വഭാവമായിക്കോട്ടെ, നമ്മുടെ കുടുംബമായിക്കോട്ടെ, നമ്മുടെ ഇടപാടുകളായിക്കോട്ടെ, സൗഹൃദ വലയങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാത്തിനോടും എപ്പോഴാണോ നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അതാണ് ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നതിന് മലയാളത്തിൽ നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്ന കാര്യം, മുത്തുനബിയെ പോലെ ജീവിക്കുക, മുത്തുനബിയെ പോലെ സംസാരിക്കുക, മുത്തുനബിയെ പോലെ പുഞ്ചിരിക്കുക, മുത്തുനബിയെ പോലെ ഇടപഴകുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണാർത്ഥത്തിൽ എപ്പോഴാണോ പിന്തുടരുന്നത്, അങ്ങനെ പിന്തുടരപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്ത് എത്രയാണ്. ആ ആയത്തിന്റെ തന്നെ പൂർത്തീകരണത്തിൽ കാണാമല്ലോ, അങ്ങനെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുന്ന സമയത്ത് യുഹബ്ബിബുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടം വെക്കുന്നു. എന്ന് വെച്ചാൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനായവരിൽ നമ്മൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാവുക എന്നൊരു രൂപത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവനായി നമ്മൾ മാറുമ്പോഴോ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കുന്നു. എന്താണ് ആ തെറ്റുകൾ പൊറുക്കാനുള്ള കാരണം? നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുന്നവരാണ്. നിങ്ങൾ മുത്തുനബിയെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടത്തെ ഞാൻ പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തുകൊണ്ട് നിങ്ങൾ പരിശുദ്ധവാനാകുന്നതിലൂടെയാണ്, അഥവാ നിങ്ങൾ സ്വർഗീയ അവകാശിയാകുന്നതിലൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് പ്രണയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം, അള്ളാഹുവിനോടുള്ള പ്രണയത്തെ നമ്മൾ പ്രകടിപ്പിക്കേണ്ട രീതി ഇങ്ങനെയാണ്. സ്വഹാബത്തിന്റെ പ്രണയത്തിന്റെ അധ്യാപനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഈ രീതിയിലാണല്ലോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജറുൽ അസ്വദിന്റെ ചാര നിന്നുകൊണ്ട് പറയുന്ന വളരെ ശ്രദ്ധേയമായ വാചകമുണ്ട്. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? ഹജറുൽ അസ്വദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ ഹജറുൽ അസ്വദ്, നീ ഒരു കല്ലാണ് എന്നെനിക്കറിയാം. നീ സ്വർഗത്തിൽ നിന്ന് വന്നൊരു കല്ലാണ് എന്നെനിക്കറിയാം. ഞാൻ നിന്നെ ചുംബിക്കുന്നത്, ഞാൻ നിന്നെ ആദരിക്കുന്നത്, നിന്നെ തലോടുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്താണ് ആ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ തലോടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു കല്ലായി നിന്നെ ഞാൻ പരിഗണിക്കുന്നത്. അതല്ലാതെ നീ സ്വർഗത്തിലെ കല്ലായത് കൊണ്ടല്ല. ഇത്തിബാഇന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കൂ നിങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്ന തിരുനബിയുടെ വിശേഷം പറയുന്നത് ഒരു അമുസ്ലിമാണ്. അദ്ദേഹം പരിഹാസ രൂപത്തിലൂടെയാണ് സിദ്ദീഖ് തങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. യാ അബൂബക്കർ, നിങ്ങൾ അറിഞ്ഞോ, ഇന്നലെ നിങ്ങളുടെ മുഹമ്മദ് മക്കയിൽ നിന്ന് യസ്രിബ് വഴി ബൈത്തുൽ മുഖദ്ദസിലോട്ട് എത്തുന്നു. അവിടെ നിന്ന് 7-ാം ആഘോഷവും കടന്ന് അള്ളാഹുവിനെ കണ്ടു വന്നിരിക്കുന്നു. നിങ്ങൾക്കിത് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. വേറെ അവിടെ ഒരു ചാൻസുകളുമില്ല. ആ മനുഷ്യൻ സിദ്ദീഖ് തങ്ങളെ കളിയാക്കിയതാകാം, പരിഹസിച്ചതാകാം, സിദ്ദീഖ് തങ്ങളെ ടെസ്റ്റ് ചെയ്തതാകാം. പക്ഷേ അവിടെ ഒരു തർക്കങ്ങൾക്കും അവസരങ്ങളില്ലാതെ സിദ്ദീഖ് തങ്ങൾ ഒരൊറ്റ ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ സ്വദഖതു, ഞാനത് വിശ്വസിച്ചു എന്ന് പറയുന്നതിലൂടെ ചരിത്രത്തിന്റെ അധ്യാപനങ്ങളിലൂടെ മറ്റാർക്കും ഇത് അതുവരെയോ അതിന് മുമ്പോ അതിനുശേഷമോ കൊടുക്കാത്ത അസ്സിദ്ദീഖ് എന്ന നാമം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാർത്തുന്നു. ഇത്തിബാഇന്റെ മനോഹരമായ ലോകമാണത്. മഹാനായ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എടുത്തു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് മുത്തബിഉ സുന്ന എന്ന പേര് വന്നത്. അവിടുന്ന് ദീർഘമായ യാത്രകൾ നടത്തുന്ന സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാവരും വിശ്രമിക്കുകയില്ല. ഇൻ കേസ് ആ സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് വിശ്രമിക്കാനുള്ള ആവശ്യത എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാതെ പോവുകയില്ല, ആ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കാതെ പോവുകയില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി, എൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വഴിയിലൂടെ നടന്നുപോയപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ വിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴിയിലൂടെ ഇരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഈ വഴിയിൽ നിന്ന് വിശ്രമിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ മുത്തബിഉ സുന്ന റളിയല്ലാഹു തആല അൻഹു പ്രവാചക അധ്യാപനങ്ങളെ വായിക്കുക. ഇങ്ങനെയാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്. ഇങ്ങനെയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്. എല്ലാത്തിനും അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലോകം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്നിരിക്കുന്ന രംഗത്ത് വിശദീകരിക്കുന്നു. അങ്ങനെ ചേർന്നിരിക്കുന്ന സമയത്ത് സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ മറുപടി, ലാ വല്ലദി നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഓ ഉമറേ, എനിക്കത് പോരാ, നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല, നിന്റെ ശരീരം കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടൊരിക്കലും നിന്റെ വിശ്വാസത്തെ പൂർത്തിയാക്കാൻ കഴിയുകയില്ല. എല്ലാത്തിനും അപ്പുറത്ത് എപ്പോഴാണോ ഞാനാകുന്നത് അപ്പോഴാണ് നീ പരിപൂർണ വിശ്വാസിയാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഫഇന്നഹു അൽആൻ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ ശരീരത്തേക്കാൾ, എൻ്റെ ഇഷ്ടത്തേക്കാൾ, എൻ്റെ ദേഹേച്ഛകളേക്കാൾ, എൻ്റെ വിശപ്പിനേക്കാൾ, എൻ്റെ പ്രണയത്തേക്കാൾ, എൻ്റെ എല്ലാ താല്പര്യങ്ങളെക്കാളും എനിക്കിഷ്ടം അങ്ങോടാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളോട് പറഞ്ഞപ്പോൾ തിരുദൂതരുടെ മറുപടി എന്താണ്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നീ പരിപൂർണ വിശ്വാസിയായത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. അപ്പൊ അതിന്റെ മുന്നിൽ സ്വന്തം താല്പര്യങ്ങളില്ല, യുക്തികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യത്തിൽ യുക്തിപരമായി ചിന്തിക്കുക എന്ന താല്പര്യത്തെ പോലും അവർ മുന്നോട്ട് വെക്കുന്നില്ല. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കൂ. കഴുമരത്തിലേക്ക് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കയറ്റി ആഴ്ചകളോളം പട്ടിണി കിട്ടുകൊണ്ടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് വെക്കുന്നത്. അങ്ങനെ കഴുമരത്തിൽ വെച്ചുകൊണ്ട് ആ കഴുത്തിന്റെ മുകളിലൂടെ തൂക്കുകയറിങ്ങനെ വെച്ചിരിക്കുന്ന രംഗം. ആ സമയത്ത് ശത്രുക്കൾ ഖുബൈബിനോട് പറയുന്നുണ്ട്, ഖുബൈബേ, നിന്നോട് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല, നിന്നെ ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല, നിന്നെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നീ നിൽക്കുന്ന സ്ഥലത്ത് മുഹമ്മദിനെ കൊണ്ടുവന്നു തരണം എന്ന് പറഞ്ഞില്ല, നീ മുഹമ്മദിനെ ഞങ്ങൾക്ക് ഒറ്റിത്തരണം എന്നും പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് പറഞ്ഞത്, നീ കഴുത്തിൽ കയറിട്ട് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ മുന്നിൽ ഈ ഒരു കൊലപാതകത്തെ തൂക്കുകാരനെ പ്രതീക്ഷിച്ചുകൊണ്ട് നീ നിൽക്കുന്ന ആ സ്ഥാനത്ത് നിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നെങ്കിൽ എന്ന് നീ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി, നിന്നെ ഞങ്ങൾ ഈ കഴുമരത്തിൽ നിന്ന് താഴെ ഇറക്കാം. വെറും സാങ്കല്പിക ലോകം മാത്രം. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലാതെ പറയാമായിരുന്നു, അത് ശരിയാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചു, പക്ഷെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും നാവ് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് എൻ്റെ ഹബീബായ തങ്ങൾ കഴുത്തിൽ കഴുമരത്തിന്റെ താഴെ കയറിട്ടുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ സ്ഥാനത്ത് നിൽക്കുക എന്ന് നിങ്ങൾ സങ്കല്പിക്കാൻ പറഞ്ഞതുപോലെ പോയിട്ട് എൻ്റെ ഹബീബായ തങ്ങൾ ഇപ്പൊ എവിടെയാണോ ഇരിക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഹബീബായ തങ്ങളുടെ കാലിന്റെ അടിയിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും, അത് ചിന്തിക്കാൻ പോലും ഖുബൈബിന് കഴിയുകയില്ല എന്ന് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു അൻഹു. എത്രയാണ് ആ മഹബ്ബത്തിന്റെ അടരുകൾ! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുമരത്തിന്റെ അവിടെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അപ്പുറത്ത് ഹബീബായ തങ്ങളുടെ കാൽപാദത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഖുബൈബിന് ഇഷ്ടപ്പെടുകയില്ല. അതിനേക്കാൾ ഖുബൈബിന് ഇഷ്ടം തൂക്കുകയറിനോടാണ് എന്ന് പറഞ്ഞ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഇതാണ് പ്രവാചക പ്രണയത്തിന്റെ അടരുകളായി നമ്മൾ വായിക്കേണ്ടത്. ഇതാണ് പ്രവാചക പ്രണയത്തിന്റെ അടയാളങ്ങളായി നമ്മൾ വായിക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യാൻ, പിന്തുടരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്ക്, നിങ്ങൾ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതരുടെ ചർച്ച ഞാൻ മുന്നേ നമ്മുടെ മീലാദ് ആഘോഷത്തിൽ ആ വിഷയം പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മവാഹിബുൽ ദുനിയയിലും അതുപോലെ തന്നെ ഇമാം ഖാളി ഇയാദ് തങ്ങൾ അവിടുത്തെ കിതാബ് ഷിഫായിലുമെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ധാരാളം അടയാളങ്ങൾ. അവിടെ വർത്തമാന കാലത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് എന്നതിൻ്റെ ഒരു അടയാളമായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശർആക്കപ്പെട്ട, നിയമമാക്കപ്പെട്ട എല്ലാ കാര്യത്തെയും നമ്മൾ പരിപൂർണമായി വിധേയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പിന്നെ യുക്തികളില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് മറ്റൊരു യുക്തികളില്ല. ഇങ്ങനെയാണ് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയിൽ ചില കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ആ ചിന്തകൾ തന്നെ അസ്ഥാനത്താണ്. പലപ്പോഴും നബിദിനം എന്തിന് ആഘോഷിക്കണം എന്ന ചിന്ത കടന്നു വരുന്നത് പോലും ഈ മഹബ്ബത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് നബിദിനാഘോഷത്തിന്റെ തെളിവുകൾ? എവിടെയാണ് റാലി നടത്തിയതിന്റെ തെളിവുകൾ, ഭക്ഷണം കൊടുത്തതിന്റെ തെളിവുകൾ എന്നെല്ലാം അന്വേഷിക്കുമ്പോഴാണ് ഇതൊന്നും അന്വേഷിക്കാതെ ഒരു പാതിരാ സമയത്ത് യാത്ര പോയത് മാത്രം വിശ്വസിച്ചുകൊണ്ട് അസ്സിദ്ദീഖ് എന്ന നാമത്തെ ജീവിതത്തിലേക്ക് പടർത്തിയ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേർന്നിരിക്കുന്ന എല്ലാത്തിനും മനോഹാരിതയുണ്ട്. ആ മനോഹാരിത എപ്പോഴാണോ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? നബി തങ്ങൾ നിയമമാക്കിയ എന്ത് കാര്യമായിക്കോട്ടെ ആ കാര്യത്തെ അതേ രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെയാകുമ്പോൾ മതത്തിന്റെ ഉള്ളിൽ ഒരിക്കലും യുക്തിവാദം കടന്നു വരില്ല. മതത്തിന്റെ പുറത്തുള്ള യുക്തിവാദത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മതത്തിന്റെ ഉള്ളിലുള്ള യുക്തിവാദം ഒരിക്കലും കടന്നു വരില്ല എന്നുള്ളതാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഈ തൃപ്തി എത്രത്തോളം നമ്മിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമമാക്കിയ, നബി തങ്ങൾ ശറഅക്കപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നുണ്ട്, നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ.
നോക്ക് നിങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ മുഴുവനും വായിക്കപ്പെടുന്ന അധ്യാപനങ്ങളിൽ മനോഹാരിതമായി എഴുതി വെക്കപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ത്രീ സംരക്ഷണം. സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി സ്വത്തവകാശം ഏർപ്പെടുത്തിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായിട്ട് സ്വത്തവകാശം രേഖപ്പെടുത്തി വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാലം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കുന്നത് വരെ സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ല. 1870-കളിൽ ബ്രിട്ടനിൽ നടപ്പിലാക്കിയ മാരേജ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് ആദ്യമായി ലോകത്ത് സ്ത്രീകൾക്ക് സ്വത്തവകാശം വന്നത് എന്ന് പാശ്ചാത്യർ അവകാശപ്പെടുമ്പോൾ അതിൻ്റെയും 1000 വർഷങ്ങൾക്ക് മുന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത്. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി പഠിപ്പിച്ചു തന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ചിലർ കുഴി നിർമ്മിച്ച് ജീവനോടെ അതിലിട്ട് കുഴിച്ചു മൂടിക്കളഞ്ഞു. ചില ആളുകൾ വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടുന്ന് താഴേക്ക് പെൺകുട്ടികളെ വലിച്ചെറിഞ്ഞു. തല പൊട്ടി ചിന്നി ചിതറിക്കൊണ്ട് പല പെൺകുട്ടികളും മരണപ്പെട്ടു പോയി. ചില ആളുകൾ വെള്ളത്തിൽ മുക്കിക്കൊന്നു. മറ്റു ചില ആളുകൾ കഴുത്തറുത്തു കൊന്നു. എന്തിന്? പെൺകുട്ടിയാണ് എന്ന് പറയാനുള്ള അപമാനം കൊണ്ട്, ഈ പെൺകുട്ടി എങ്ങനെ വളർത്തും എന്ന ചിന്ത കൊണ്ട്, എങ്ങനെയാണ് എനിക്കൊരു പെൺകുട്ടിയാണ് എന്ന് മറ്റുള്ളവരോട് പറയുക എന്ന ഒരൊറ്റ താല്പര്യം കൊണ്ട്, അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ട് പെൺകുട്ടികളെ മൃഗീയമായി കീഴ്പ്പെടുത്തി മൃഗീയമായി കൊല ചെയ്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദിച്ചു. നിങ്ങൾ 2 പെൺമക്കളെ മനോഹരമായി ഇസ്ലാമിൻ്റെ രീതിയിൽ നല്ല രൂപത്തിൽ വളർത്തി പ്രായമാകുന്ന സമയത്ത് നിങ്ങൾ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പ്രഖ്യാപിച്ച തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിച്ച തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകാരണമായി നിങ്ങൾ സ്ത്രീകളെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന്റെ വേളയിലാണെങ്കിൽ പോലും നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിനായി മുന്നിൽ നിന്നത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഫാത്തിമയെ അഭിമാനത്തോടുകൂടി സംരക്ഷിച്ചതാണ്. എൻ്റെ ഫാത്തിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഫാത്തിമയെ മറ്റാരും കണ്ടിട്ടില്ല. എൻ്റെ ഫാത്തിമ എൻ്റെ കൈകളിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫാത്തിമ കരഞ്ഞിട്ടില്ല എന്ന് പഠിപ്പിച്ച തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഫാത്തിമയെ എടുത്ത് ചുംബിച്ചതുപോലെ, എൻ്റെ ഫാത്തിമയെ ലോകത്തുള്ള എല്ലാ വനിതകളിലും പരിശുദ്ധവളാക്കിയതുപോലെ, സ്വർഗത്തിലെ നാരികളുടെ നേതാവാക്കിയതുപോലെ, അലിയാർ തങ്ങളുടെ മാതൃകയായ ഭാര്യയാക്കി വളർത്തിയെടുത്തതുപോലെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ട ഉമ്മയായി വളർത്തിയെടുത്തതുപോലെ, ലോകത്തുള്ള സർവ്വ സ്ത്രീകൾക്കും നേതാവായി വളർത്തിയെടുത്തതുപോലെ ഫാത്തിമ ബീവിയെ ഞാൻ സംസ്കരിച്ചതുപോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംസ്കരിച്ചെടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? സ്ത്രീയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അവളുടെ ഹയാ ആണ്, അവളുടെ ലജ്ജയാണ്, അവളുടെ ആത്മാഭിമാനമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺകുട്ടികളെ വളർത്തുന്നതിന് ഇത്രത്തോളം വലിയ പ്രതിഫലം നൽകാനുള്ള കാരണം അവർ പാവനമാണ്, അവർ പളുങ്കുകളാണ്, അവർ പരിശുദ്ധിയുള്ളവരാണ് എന്ന് നമ്മളോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ നാടുകളിൽ ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ ഓണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് സെറ്റ് സാരി ഉടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ തുള്ളുന്ന വീഡിയോകൾ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മളത് കാണുന്നത്. ഇത് പറയുന്ന സമയത്ത് പല വിമർശനങ്ങളും വരികയാണ്. പണ്ഡിതന്മാർ കൃത്യമായി ദീന് പറയാത്തത് കൊണ്ടാണ്. എത്രയോ മതസംഘടനകൾ മുക്കിലും മൂലയിലുമുണ്ട്, അവർ കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. മദ്രസകളിൽ കൃത്യമായി അധ്യാപനങ്ങൾ നടത്താത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ഡിത സമൂഹത്തെ, പരിശുദ്ധ ദീനിനെ ഇതിന്റെ പേരിൽ വിമർശിക്കുമ്പോൾ സ്നേഹത്തോടുകൂടെ അല്ലാതെ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വന്തം വീട്ടിൽ നിന്ന് സെറ്റ് സാരി എടുത്തുകൊണ്ട് അങ്ങാടിയിലോട്ട് ഇറങ്ങി കോളേജിന്റെ ക്യാമ്പസിൽ തിമർത്താടിക്കൊണ്ട് നടന്ന് നീങ്ങിയ പ്രിയപ്പെട്ട പെൺകുട്ടി പോയത് നിങ്ങളുടെ കൺമുന്നിൽ നിന്നായിരുന്നില്ലേ? പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും കൺമുന്നിൽ നിന്നായിരുന്നില്ലേ? ഹറാമിലേക്ക് വലിച്ചെടുക്കുന്ന അവരുടെ സാരി അടക്കമുള്ള ആഘോഷങ്ങൾക്ക് ഫണ്ട് കൊടുത്തതാരായിരുന്നു? നിങ്ങളായിരുന്നില്ലേ? അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് രക്ഷിതാക്കളല്ലാതെ പിന്നെ ആര് എന്ന ചോദ്യമുണ്ട്. അവിടെ ദീനിനെ പഴിചാരേണ്ടതില്ല. പരിശുദ്ധ ഇസ്ലാം ഏറ്റവും മനോഹരമായി മതം പറഞ്ഞ മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ മനോഹരമായി മതം പറയുക തന്നെ ചെയ്യും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷത്തിൽ എന്താണ് പ്രശ്നം?
ക്രിസ്മസ് ആഘോഷത്തിൽ എന്താണ് പ്രശ്നം? പണ്ഡിതന്മാരും മതം പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ത്രീകൾ തെരുവിലിറങ്ങിക്കൊണ്ട് സ്ത്രീകൾ കൂതാടി നടക്കുന്ന സമയത്ത്, പരിശുദ്ധ ഇസ്ലാം അതിനെ എതിർക്കുന്ന സമയത്ത്, ഇസ്ലാം മാനവികതയുടെ പക്ഷത്തല്ല, ഇസ്ലാം കാലത്തിനനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മേലെ കുതിര കയറാനാണ് തീരുമാനമെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇക്കാലം അത്രയും പണ്ഡിതർ വളരെ മനോഹരമായി പരിശുദ്ധ ദീന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാരുടെയും മുഖത്ത് നോക്കിയിട്ടായിരുന്നില്ല, അതാരെയും പരിഗണിച്ചുകൊണ്ടായിരുന്നില്ല. വളരെ മനോഹരമായി പണ്ഡിതർ ഈ കാലം വരെ ദീൻ പറഞ്ഞിട്ടുമുണ്ട്, ഇനി അങ്ങോട്ട് ദീന് പറയുകയും ചെയ്യും. അങ്ങനെ കാലത്തിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ കുറച്ചൊക്കെ മാറ്റണം, കുറച്ചൊക്കെ പെൺകുട്ടികൾ തെരുവിൽ തുള്ളട്ടെ ചാടട്ടെ എന്ന ചിന്തയാണ് മനസ്സിൽ വരുന്നത്. ആ രൂപത്തിൽ ഇസ്ലാം ഒന്ന് മാറട്ടെ എന്നാണ് നമ്മുടെ ചിന്ത വരുന്നതെങ്കിൽ, അങ്ങനെ ചില ചാനലുകളിൽ ചർച്ച കൂടി ചില യുക്തിവാദികൾ ആ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇസ്ലാം കുറച്ചുകൂടി പരിഷ്കരിക്കേണ്ടതുണ്ട്, കാലത്തിനനുസരിച്ചുകൊണ്ട് ഇസ്ലാം കുറച്ചുകൂടി മാറേണ്ടതുണ്ട് എന്ന ഒരു സ്വരം പൊതുസമൂഹത്തിൽ ചില മൂലകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടുകൂടെ എല്ലാവരും പറയുകയാണ്, തൽക്കാലത്തേക്ക് എന്നല്ല എക്കാലത്തേക്കും ഇസ്ലാമിന്റെ ഒരു നിയമത്തെയും മാറ്റാൻ സൗകര്യമില്ല. ഇസ്ലാം എങ്ങനെയാണോ വെച്ചതെങ്കിൽ അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെയും പോകും. കാരണം ഇസ്ലാം സത്യത്തിന്റെ മതമാണ്. എല്ലാ കാലത്തും സത്യം മാത്രമേ നിലനിൽക്കൂ. സത്യത്തിന് ഒരിക്കലും അതിന് ഒരു പരിഷ്കർത്താവ് ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ സത്യം ഒരിക്കലും പിന്നീട് പുതുക്കാൻ കഴിയുന്ന ഒന്നല്ല. സത്യം എപ്പോഴും ഒരുപോലെ ആയിരിക്കും. 2026 ഇസ്ലാം തന്നെയാണ് 2050 ഇസ്ലാം, അത് തന്നെയാണ് 2100 ഇസ്ലാം, 900 ഇസ്ലാം അത് തന്നെയാണ്. കാലം എത്ര മാറിയാലും മനുഷ്യർ എത്ര അധപ്പതിച്ചാലും ഇസ്ലാം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം എപ്പോഴും അത് സ്പെസിഫിക് ആയിട്ട് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ തന്നെ സമൂഹത്തിന്റെ മുന്നിലുണ്ട്. അവിടെ ഇസ്ലാം ഒരിക്കലും ഓണാഘോഷത്തെയല്ലേ എതിർക്കുന്നത്. സ്ത്രീകൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി തുള്ളിച്ചാടുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു മറയില്ലാതെ ക്യാമ്പസിന്റെ അകത്തളങ്ങളിലും പുറത്തളങ്ങളിലുമൊക്കെ ആയിട്ട് തോന്നിയതുപോലെ നടക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ ആസ്പെക്ട് അവിടെ ചാടിക്കളിക്കുന്നതിലൂടെയാണ്. അത് ഓണത്തിന്റെ പേരിലാണെങ്കിലും തെറ്റാണ്, ക്രിസ്മസിന്റെ പേരിലാണെങ്കിലും തെറ്റാണ്, നബിദിനാഘോഷത്തിന്റെ പേരിലും തെറ്റാണ്, ഏതെങ്കിലും നേർച്ചയുടെ ആഘോഷത്തിന്റെ പേരിലാണെങ്കിലും തെറ്റാണ്, കല്യാണാഘോഷത്തിന്റെ പേരിലും തെറ്റാണ്. എന്ത് ആഘോഷത്തിന്റെ പേരിലാണെങ്കിലും ഈ രൂപത്തിലുള്ള പേക്കൂത്തുകൾ അത് ഹറാമ് തന്നെയാണ്. അതിൽ ഓണാഘോഷം എന്നൊന്നുമില്ല. അപ്പൊ ഓണത്തിന്റെ സമയത്ത് പണ്ഡിതർ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് പണ്ഡിതരെ ആരും വർഗീയവാദികളാക്കേണ്ടതില്ല. പരിശുദ്ധ ഇസ്ലാം മറ്റുള്ള മതങ്ങളെ ഏറ്റവും മനോഹരമായി പരിചരിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് കേരളത്തിലോട്ട് ഇസ്ലാം കയറി വന്ന സമയത്ത് കൊടുങ്ങല്ലൂരിന്റെ പ്രദേശത്തും വ്യത്യസ്ത ഭാഗങ്ങളിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട 11 പള്ളികൾ, ആ 11 പള്ളികളും അമുസ്ലിമീങ്ങളുടെ സ്ഥലത്തായിരുന്നു. എന്തുകൊണ്ട് അവർ സ്ഥലം നൽകി? ഇസ്ലാമിന്റെ സൗന്ദര്യം കൊണ്ടാണ്. മറ്റൊരു മതസ്ഥരെയും നോവിക്കുകയില്ല ഇസ്ലാം, മറ്റൊരാളുടെ ആരാധന മൂർത്തികളെയും ഇസ്ലാം തള്ളിപ്പറയുകയില്ല, അവരെ ഒരു നിലക്കും ഇസ്ലാം പരിഹസിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെ എല്ലാ മതസ്ഥരും എല്ലാ കാലത്തും സ്വീകരിച്ചത്. മമ്പറന്തങ്ങളും കോന്തുനായരും മങ്ങാട്ടച്ഛനും അടങ്ങുന്ന സൗഹൃദത്തിന്റെ കഥകൾ പറയുമ്പോൾ എങ്ങനെയാണ് മമ്പറന്തങ്ങൾ ഏറ്റവും വലിയ മതേതരത്തെ ഉയർത്തിപ്പിടിച്ച മതമൈത്രിയെ സാധ്യമാക്കിയ നേതാവായി മാറിയത്? പരിശുദ്ധ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വർത്തമാന കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ദഅവത്ത് പെൺമക്കളെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബ്ബത്തിന്റെ അടയാളം തന്നെയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പറയലല്ലോ ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ മക്കളുടെ റീൽസുകൾ പൊതുമധ്യത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഉറച്ചു തന്നെ പറയുന്നു, അത് നിഷിദ്ധമാണ്, ഹറാമാണ്. നിങ്ങൾ നിർബന്ധമായും അല്ലാഹുവിന് മുന്നിൽ കുറ്റക്കാരായിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് ഹറാമിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച 50 പൈസയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ മുന്നിൽ ആ 50 പൈസയുടെ മുന്നിൽ നിങ്ങൾ ഉത്തരം മുട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് മഹബ്ബത്ത് റസൂലിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം പെൺമക്കളുടെ പരിശുദ്ധിയെ കാത്ത് സൂക്ഷിക്കണം. അവർ പുതിയ കാലത്താണ്, റീൽസിന്റെ ലോകത്താണ്. 4 ആള് കണ്ടാൽ ഞാൻ സെലിബ്രിറ്റിയാ എന്ന് ചിന്തിക്കുന്ന ഏതോ ഒരു മായാലോകത്താണ് അവരൊക്കെ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെയല്ല. നമ്മുടെ മക്കളെ കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലേണ്ടതാണ്, തിരുദൂതരുടെ മുന്നിലോട്ട് ചെല്ലേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കളിലൂടെ മഹ്ശറിലേക്ക് എത്തേണ്ടവരാണ് നമ്മൾ. ആ ബോധ്യം നമുക്ക് വേണം. നമ്മൾ അവരെക്കാൾ മെച്ചുവേർഡാണ്, അവരെക്കാൾ ദീനറിയുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് സൗമ്യമായി സ്നേഹത്തോടുകൂടെ നമ്മുടെ മക്കളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ ദഅവത്താണ്. ഞാൻ സമയത്തിൻ്റെ പരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. വെറും നബിദിനത്തിന് റാലി നടത്തലും ഇവിടെ സമ്മാനം കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് സഹകരിക്കലും ഒന്നും മാത്രമല്ല മഹബ്ബത്ത് റസൂൽ. ഈ രൂപത്തിൽ സ്വന്തം വീടിൻ്റെ അകത്തളത്തിലുള്ള സംസ്കരണവും മഹബ്ബത്ത് റസൂലിൻ്റെ അടയാളാണ്.
അള്ളാഹുത്തല നമ്മളെയും നമ്മുടെ മക്കളെയും സ്വാലിഹീങ്ങളാക്കി തെരുമാറാകട്ടെ. മക്കളിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുത്തല തല കുനിക്കേണ്ട അവസ്ഥ നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ.